ഓക്കെ, ഒന്ന് പ്രൊജക്ട് റിസ്ക് ഫാക്ടർ ഈസ് കൺസിഡേർഡ് ഇൻ, റിസ്ക് ഫാക്ടർ കൺസിഡർ ചെയ്യുന്ന ഏത് മോഡലാണ്? വാട്ടർഫോൾ മോഡൽ ഉണ്ട്, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഉണ്ട്, സ്പൈറൽ മോഡൽ ഉണ്ട്, ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ ഉണ്ട്. ആരെങ്കിലും ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ആൻസർ അറിയാമോ? റിസ്ക് ഫാക്ടർ കൂടുതലുള്ള മോഡൽ ഏതാണെന്ന്? ഹലോ, പറയാമോ? ഓക്കെ, നമ്മള് പഠിച്ചപ്പം പറഞ്ഞിട്ടാണ് റിസ്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്പൈറൽ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, സോ ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് സ്പൈറൽ മോഡൽ. കാരണം എന്താണ്? സ്പൈറൽ മോഡലിനകത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്ലാനിങ്. റിസ്ക് അനാലിസിസ് ഇസ് ദ കീ ഫീച്ചർ ഓഫ് സ്പൈറൽ മോഡൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? സ്പൈറൽ മോഡൽ ആണ്. വാട്ടർഫോൾ മോഡൽ ആണ് എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? സീക്വൻഷ്യൽ ആണ്, സീക്വൻഷ്യൽ മോഡൽ ആണ്. പിന്നെ അതിനകത്ത് നമുക്ക് ഈ വാട്ടർഫോൾ മോഡലും സ്പൈറൽ മോഡലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? സ്പൈറൽ മോഡലും റിസ്ക് അനാലിസിസ്, റിസ്ക് ഫാക്ടർ എടുത്ത് വർക്ക് ചെയ്യുന്ന മോഡൽ ആണെങ്കിലും അതിനകത്ത് എക്സിക്യൂഷൻ സീക്വൻഷ്യൽ ആണ്. ദാറ്റ് ഇസ് ഒരു ഫേസ് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഫേസ് അങ്ങനെ പോകും. ദാറ്റ് ഇസ് ഒരു സ്പൈറൽ ഇറങ്ങി കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സ്പൈറലിലേക്ക് പോകും. അപ്പൊ ഇതൊരു സീക്വൻഷ്യൽ ഓർഡർ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ് സ്പൈറൽ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, an approach which is very simple in its philosophy, where all modules are constructed and tested independently, and when they are finished they are all put together at the same time. ഏത് ഫിലോസഫിയാണ്? അതായത് ഒരു അപ്രോച്ചാണ്, അവിടെ എല്ലാ മോഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് കഴിയുമ്പം അതെല്ലാം കൂടെ ഓൾ ഓഫ് എ സഡൻ ഇതെല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഏത് സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് അവിടെ? ഏത് അപ്രോച്ച് ആണ്? ടോപ്പ് ഡൗൺ ആണോ, ബോട്ടം അപ്പ് ആണോ, ബിഗ് ബാങ് ആണോ, ബ്രെഡ്ഫാസ്റ്റ് ആണോ? എനി ആൻസർ? ദി ആൻസർ ഈസ് ബിഗ് ബാങ്. ബിഗ് ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഹലോ, നെറ്റ് പോയോ? ഇല്ല, കേൾക്കാം. നെറ്റ് പോയോ? കേൾക്കാം അല്ലേ? സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് ആണ് കേട്ടോ. ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ മോഡ്യൂളുകളും സെപ്പറേറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, പക്ഷെ എല്ലാം കൂടെ അറ്റ് എ ടൈം എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എടുക്കുന്നു. അതിന് ആൻസർ എന്ന് പറയുന്നത് ബിഗ് ബാങ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ, അവൈലബിലിറ്റി. എന്തോ? ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ വലുതാക്കാം. ഇപ്പൊ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ്, ഓക്കെയാണ്. Okay. So next one. Next ഒരു പ്രോബ്ലം ആണ്. The availability of complex software is 90%. The availability of complex software is 90%, and the mean time between failures, MTBF, is 200 days. Question ശ്രദ്ധിച്ചു നോക്കുക. The availability of a complex software is 90%, and the mean time between failures, MTBF, is 200 days. If availability increases to 90, അതിന് availability നമ്മുടെ അടുത്ത് പറഞ്ഞ 90 ആയിരുന്നു, and the availability increases to 95%, and the mean time to repair increase by 5 days, what is the MTBF of the enhanced software? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം നോക്കാം ഈ മീൻ ടൈം ടു റിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പൊ മീൻ ടൈം ടു റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സോ മീൻ ടൈം ടു റിപ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
the average time required to fix a system after it fails. Okay, അപ്പൊ നമ്മള് mean time to repair എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എറർ വന്നു കഴിഞ്ഞിട്ട് നമ്മള് എത്ര സമയം കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫെയിൽ ആയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ്, എത്ര ഡ്യൂറേഷൻ എടുത്താണ് ഇത് ഇത് കറക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇഫ് MTTR ഈക്വൽ ടു 5 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് അബൌട്ട് 5 days ടു റിപ്പയർ ദ സിസ്റ്റം ആഫ്റ്റർ ഫെയിലിയർ. അതായത് ഫെയിൽ ചെയ്യുന്ന അന്ന് തൊട്ട് 5 days എടുത്തിട്ടാണ് ഇത് റിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ സിസ്റ്റം നമ്മുടെ ഫോൺ എടുത്തോ, നമ്മുടെ ഫോൺ കേടായിട്ട് ഞാൻ ഒരു കടയിൽ കൊണ്ടു കൊടുത്തു. അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു 10 ദിവസം കഴിഞ്ഞിട്ട് വരാന്. അപ്പൊ 10 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ അത് എനിക്ക് എന്റെ പ്രശ്നം എന്തായിരുന്നു അത് റെക്ടിഫൈ ചെയ്ത് തന്നു. അപ്പൊ അവിടെ MTTR എന്ന് പറഞ്ഞ എന്താണ്? 10 days ആണ്. അതായത് ഫെയിൽ ആയിട്ട് തൊട്ട് അത് ക്ലിയർ ആയി കിട്ടുന്നിടം വരെയുള്ള നമ്പർ ഓഫ് ഡേയ്സിനാണ് മീൻ ടൈം ടു റിപ്പയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ്. തെറ്റിപ്പോകരുത്. മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ആവറേജ് ടൈം എ സിസ്റ്റം ഓപ്പറേറ്റ്സ് വിത്തൗട്ട് ഫെയിൽ. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഒരു ഫോൺ വാങ്ങിയത് 2026 ജനുവരി 1 തീയതിയാണെന്ന് വെച്ചോ. ഇപ്പൊ 2026 1 തീയതിയാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് എനിക്ക് ഫെബ്രുവരി 1 ആയപ്പോഴത്തേക്കും അതിനകത്ത് എന്തോ ഒരു കേട് വന്നു. അപ്പൊ ഞാന് ഫെബ്രുവരി 1 ആയപ്പോ കേട് വന്നു. ഞാനത് അപ്പൊ തന്നെ കൊടുത്തു. ഫെബ്രുവരി 6 തീയതി എനിക്ക് കിട്ടി. അപ്പൊ അവിടെ MTRR എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കൊടുത്തത് ഫെബ്രുവരി 1, എനിക്ക് കിട്ടിയത് ഫെബ്രുവരി 6. അപ്പൊ ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് MTRR എന്ന് പറയുന്നത്. ഇനി ഞാൻ അത് വാങ്ങിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് അത് കംപ്ലൈന്റ് ആകുന്ന ആ സമയം, അത്രയും ഡേയ്സ്, ദാറ്റ് ഇസ് ഒരു മാസം അല്ലെ. ജനുവരി 1 ഞാൻ വാങ്ങിച്ചു, ഫെബ്രുവരി 1 വരെ എനിക്ക് യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ അത് വർക്കിംഗ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിനെയാണ് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. ദി ആവറേജ് ടൈം എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഓപ്പറേറ്റ്സ് വിത്തൗട്ട് ഫെയിലിയർ. ഒരു കേടുപാടും ഇല്ലാതെ എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമോ അതാണ് MTBF എന്ന് പറയുന്നത്. That is, if MTBF is equal to 200 days, that means the system worked about 200 days before failure occurs. Okay. നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 500 ആണ്. ഇനി എങ്ങനെ 500 കിട്ടുന്നതെന്ന് നോക്കിയാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു MTBF ബൈ MTBF പ്ലസ് MTTR എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളടുത്ത് പറയുന്നുണ്ട് ദി അവൈലബിലിറ്റി ഓഫ് എ കോംപ്ലക്സ് സോഫ്റ്റ്വെയർ ഈസ് 90% എന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. നമ്മൾ ആ പെർസെന്റേജിനെ കൺവേർട്ട് ചെയ്തു 0.09 ഈക്വൽ ടു MTBF എന്ന് പറയുന്നത് 200 ആണ്. 200 ബൈ 200 പ്ലസ് MTTR. അപ്പം നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MTTR കിട്ടും 22.22 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് കണ്ടോ. ഇഫ് ദി അവൈലബിലിറ്റി ഇൻക്രീസ് ടു 95% എന്ന് പറയുന്നുണ്ട്. ഇല്ലായിരുന്നു നമുക്കിത് മതിയായിരുന്നു ആൻസർ. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് അവൈലബിലിറ്റി 95 ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ MTTR കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ MTTR കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതേ പ്ലസ് നമുക്ക് എത്ര ഡേയ്സ് ആണ് കൂടുതൽ കിട്ടിയത്? 90% ആയിരുന്നു. അത് നമുക്ക് എന്താണ് 5% കൂടെ ഇൻക്രീസ് ആയി അല്ലെ. That increases by 5 days. MTTR ഇൻക്രീസ് ചെയ്ത് എത്ര? 5 days ആയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ആ 5 ഡേയ്സിനകത്ത് ആഡ് ചെയ്തപ്പം 27.22 ഡേയ്സ് ആയി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കും? നമ്മളോട് എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ വാട്ട് ഈസ് ദ ന്യൂ MTBF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ MTBF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. നമ്മുടെ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെ, അതിനകത്ത് ഇത് മാറ്റി കൊടുത്താൽ മതി. സോ ഇപ്പൊ നമ്മുടെ അവൈലബിലിറ്റി എത്ര ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്? അവൈലബിലിറ്റി 95 ആയി അല്ലെ. 5% ഇൻക്രീസ് ആയി 5 ഡേയ്സ് കൊണ്ട് അല്ലെ. അപ്പൊ അവിടെ പുതിയ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.95 ആണ്. ദെൻ MTBF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പുതിയ MTTR അറിയാം, കാരണം 5 ഡേയ്സ് കൂടെ ഇൻക്രിമെന്റ് ആയി. അപ്പൊ 27.22 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് കിട്ടും? ഈ പുതിയ MTBF കിട്ടും. ദാറ്റ് ഇസ് 500 ഡേയ്സ്. ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക ആദ്യം. ഈ രണ്ട് ടേംസ് ഓർത്തിരുന്നോളുക. MTTR ഉം MTBF ഉം എന്താണെന്ന് ഓർത്തിരുന്നോളുക.
ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെച്ചോളുക. അപ്പൊ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് ഒന്നും കൂടെ കാണിക്കോ? ക്വസ്റ്റ്യൻ മാത്രം. ക്വസ്റ്റ്യൻ ഓക്കെ. ഈ ഇക്വേഷനോട് അങ്ങ് നോട്ട് ചെയ്തോ, ഇക്വേഷനോട് എഴുതിക്കോ. ഓക്കെ, മനസ്സിലായല്ലോ? അത് എങ്ങനത്തെ ചോദിച്ചാലും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അടുത്തത് നമ്മളിപ്പോ പഠിച്ച കാര്യമാണ്. ദ കപ്ലിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് മോഡ്യൂൾസ് ഓഫ് എ സോഫ്റ്റ്വെയർ ഈസ് കാറ്റഗറൈസ്ഡ് ആസ് കണ്ടന്റ് കപ്ലിംഗ്. നമ്മുടെ ഡിഫറെന്റ് കപ്ലിംഗ്സ് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടന്റ് കപ്ലിംഗ്, കോമൺ കപ്ലിംഗ്, കൺട്രോൾ കപ്ലിംഗ്, സ്റ്റാമ്പ് കപ്ലിംഗ്, ഡാറ്റ കപ്ലിംഗ്. ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഇത്രയും ചോയ്സസ് തന്നിട്ടുണ്ട്. Coupling between the modules can be ranked from strongest, least desirable to weakest, most desirable. അങ്ങനെ റാങ്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ മുമ്പേ പഠിച്ചു ഏറ്റവും സ്ട്രോങ് കപ്ലിംഗ് എവിടെയായിരുന്നു? കണ്ടന്റ് കപ്ലിങ്ങിനകത്തായിരുന്നു അല്ലെ. അവിടെ എന്താ ചെയ്തേ? കോഡ് ഷെയർ ചെയ്യായിരുന്നു അല്ലെ. ഇപ്പം കണ്ടന്റ് കപ്ലിംഗ് ആണ് എന്താ ഏറ്റവും മോസ്റ്റ് ഡിസൈറബിൾ. പിന്നെ ഏതായിരുന്നു ഏറ്റവും കുറവുള്ളത്? ഡാറ്റ കപ്ലിംഗ്. ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളോട് ഇത് ഓർഡർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യാന്ന് നോക്കി. ഇത് ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ഇത് തന്നിട്ടുണ്ട്, ഓർഡേഴ്സ് തന്നിട്ടുണ്ട്. 1, 2, 3, 4. ഇത് PSC ക്വസ്റ്റ്യൻ ആട്ടോ, ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഈ ഒരു പല ഓർഡറിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ തിങ് ഈസ് ദാറ്റ് ഇവർ തന്നിരിക്കുന്ന ഈ ഓർഡർ തന്നെയാണ് നമ്മുടെ ആൻസർ. 1, 2, 3, 4, 5 ഈ ഓർഡർ തന്നെയാണ് നമ്മുടെ ആൻസർ. കണ്ടോ? 1, 2, 3, 4. ആദ്യം കണ്ടന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോസ്റ്റ് ഡിസൈറബിൾ കപ്ലിംഗ് ആൻഡ് മോഡ്യൂൾസ് ക്യാൻ ബി റാങ്ക്ഡ് ഫ്രം സ്ട്രോങ്ങസ്റ്റ് ടു വീക്കസ്റ്റ് ആണ്. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? കണ്ടന്റ് ആണ്. പിന്നെ കോമൺ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, സ്റ്റാമ്പ് ഉണ്ട്, പിന്നെ ഡാറ്റ കപ്ലിംഗ്. അപ്പം ഇവര് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാ. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവരെന്താ ആ ഓർഡർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ ദി ആൻസർ ഈസ് ആ ഓർഡർ തന്നെ, 1, 2, 3, 4, 5 എന്നുള്ള ആ ഓർഡർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പ്രോബ്ലം ആണ്. A company needs to develop digital signal processing software with 200 lines of code. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് 200 lines of code എന്ന് പറയും. ലൈൻസ് ഓഫ് കോഡിന്റെ ഷോർട്ട് ഫോം ആണ് LOC. ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ടു ഡെവലപ്പ് ദാറ്റ് പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഈസ് 20,000. The multiplicative factor for embedded system is 2.2 and the exponential factor is 1.5. What is the estimated effort in person month? എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മള് ഇത് കൊക്കോമോ മോഡലാണ് കേട്ടോ. ഇത് ഒരു മോഡലാണ്, ദാറ്റ് ഇസ് കൊക്കോമോ മോഡൽ. കൊക്കോമോ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര കോസ്റ്റ് വരും, എത്ര സ്റ്റാഫിനെ വേണം, ഇതൊക്കെ നമ്മൾ എത്ര ടൈം ഡ്യൂറേഷൻ, ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് കൊക്കോമോ മോഡൽ. അപ്പം ഇത് ഇവിടെ എംബഡഡ് സിസ്റ്റം എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. എംബഡഡ് സിസ്റ്റം കംസ് അണ്ടർ ബേസിക് കൊക്കോമോ മോഡൽ. ബേസിക് കൊക്കോമോ മോഡലിന്റെ എഫേർട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് E is equal to A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. AB ഇത് കോൺസ്റ്റന്റ്സ് ആണ്. ഈ കോൺസ്റ്റന്റ്സിന്റെ വാല്യൂസ് ഫിക്സ്ഡ് ആണ്. എയുടെ വാല്യൂ 2.2 ആയിരിക്കും, ബിയുടെ വാല്യൂ 1.5 ആയിരിക്കും. ഇത് പഠിച്ചിട്ട് പോയാലേ നമുക്ക് ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വാല്യൂസ് ഒക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇത് 3 ടൈപ്സ് ഓഫ് കൊക്കോമോ മോഡൽസ് ഉണ്ട്. ഈ 3 ടൈപ്സിനകത്തും എയുടെയും ബിയുടെയും വേറൊരു CD അങ്ങനെ 4 കോൺസ്റ്റന്റ്സ് ഉണ്ട്. ഈ 4 കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ ഓരോ കൊക്കോമോയ്ക്കും ഡിഫറെന്റ് ആയിരിക്കും. ആ വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് പോയാലേ നമുക്ക് ഈ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടുത്തെ നമ്മുടെ ബേസിക് കൊക്കോമോയാണ്. അതിനകത്ത് എയുടെ വാല്യൂ 2.2 ആണ്, ബിയുടെ വാല്യൂ ഈസ് 1.5. LOC എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്, അത് 20,000 ആണ്. നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇതിനെ KLOC ആക്കാം. KLOC എന്ന് പറഞ്ഞാൽ കിലോ ലൈൻസ് ഓഫ് കോഡ് ആക്കണം. അതിന് വേണ്ടി ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എഫേർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
എഫേർട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്ന എ ഇൻറ്റു KLOC ടു ദ പവർ ബി. അപ്പൊ എയുടെ വാല്യൂ ഈസ് 2.2 ആണ് ഇൻറ്റു KLOC എന്ന് പറഞ്ഞാൽ കിലോ ലൈൻസ് ഓഫ് കോഡ്. നമുക്ക് തന്നിട്ടുണ്ട് 20,000 ലൈൻസ് ഓഫ് കോഡ് എന്ന്. അത് നമ്മൾ എന്താക്കണം, കിലോ ലൈൻസ് ഓഫ് കോഡ് ആക്കണം. ദാറ്റ് ഈസ് 20 റേസ് ടു 1.5. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് 196.77 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഹിയർ. ഫസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്താണ്. In the spiral model of software development, the primary determinant in selecting activities in each iteration is ഏതാണ് സ്പൈറൽ മോഡലിനകത്ത്? ഓരോ സ്പൈറൽ മോഡലിനെയും ഈച്ച് ഐറ്ററേഷൻ ഓരോ സ്പൈറൽസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ദ പ്രൈമറി ഡിറ്റർമിനന്റ് ഇൻ സെലക്ടിങ് ആക്ടിവിറ്റി ഇൻ ഈച്ച് ഐറ്ററേഷൻ ഈസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്? സ്പൈറൽ മോഡൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് വേണം? റിസ്ക് ആണ്. റിസ്ക് റിലേറ്റഡ് ടു എന്ത് കണ്ടാലും ദാറ്റ് ഇസ് സ്പൈറൽ മോഡൽ. Then അടുത്തത്, which of the following is a functional requirement? ഒരു സോഫ്റ്റ്വെയറിന്റെ ഫങ്ഷണൽ റിക്വയർമെന്റ് എന്താണെന്ന്? മെയിൻറ്റനബിലിറ്റി, പോർട്ടബിലിറ്റി, റോബസ്റ്റ്നെസ്, നൺ ഓഫ് ദി എബോവ് മെൻഷൻഡ്. ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്യുക, ഇത് ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് റിലേറ്റഡ് ടു സം ടാസ്ക് അല്ലെ. ഇവിടെ അതിനകത്ത് അങ്ങനെ പോർട്ടബിലിറ്റി, റോബസ്റ്റ്നെസ് ഇതൊന്നും എന്താണ്? ഫങ്ഷണൽ റിലേറ്റ് ചെയ്യുന്നതല്ല. സോ നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആണ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ മെത്തേഡ് ഫോക്കസസ് ഓൺ എന്തിനെയാണ് ബ്ലാക്ക് ബോക്സ് മെത്തേഡ് ഫോക്കസ് ചെയ്യുന്നത്? ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് സോഫ്റ്റ്വെയർ, കൺട്രോൾ സ്ട്രക്ചർ ഓഫ് സോഫ്റ്റ്വെയർ, ഫങ്ഷണൽ റിക്വയർമെന്റ് ഓഫ് സോഫ്റ്റ്വെയർ, ഇൻഡിപെൻഡന്റ് പാർട്സ് ഓഫ് സോഫ്റ്റ്വെയർ. ദി ആൻസർ ഈസ് ഫങ്ഷണൽ റിക്വയർമെന്റ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന് അനദർ പേരാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ്. സോ വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് ആ ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം ആൻസർ ഈസ് ഫങ്ഷണൽ റിക്വയർമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, activities which ensure the software built is traceable to customer requirement is a part of എന്തിന്റെയാണ്? വെരിഫിക്കേഷൻ, വാലിഡേഷൻ, മെയിന്റനൻസ് ആൻഡ് മോഡലിംഗ്. ദി ആൻസർ ഈസ് വെരിഫിക്കേഷൻ. വെരിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ വി ബിൽഡിംഗ് ദ പ്രൊഡക്റ്റ് റൈറ്റ്? നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനമാണ് എന്ത്? വെരിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ്, a testing method normally used as acceptance testing for a software system. ഏതാണ് acceptance testing ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ചെയ്യുന്നത്? റിഗ്രഷൻ ടെസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്താണ്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണ്? യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ്? അപ്പൊ ആൻസർ ഈസ് എന്താ? സിസ്റ്റം ടെസ്റ്റിംഗ്. റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നതല്ല, ഇന്റഗ്രേഷൻ അല്ല, യൂണിറ്റ് ടെസ്റ്റിംഗ് അല്ല. സോ ദി ആൻസർ ഈസ് സിസ്റ്റം ടെസ്റ്റിംഗ്. ദെൻ ഇതിപ്പം നമ്മൾ പഠിച്ച കാര്യമാണ്. In modular software design, which one is desirable? High cohesion, high coupling, high cohesion, low coupling, low cohesion, high coupling, low cohesion, low coupling. ഏതാ ആൻസർ പറയാമോ? ലോ കപ്ലിംഗ്. ഹൈ കൊഹിഷൻ ആൻഡ്, ഇത് കുറെ തവണ ചോദിച്ചിട്ടുള്ള കേട്ടോ. ഇത് നമ്മുടെ